ഇംഗ്ലീഷ് പഠിച്ചും സംസാരിച്ചൊക്കെ തുടങ്ങുന്നവർ ഈ വാക്കുകളൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയേണ്ടതെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. ഈ വാക്കുകൾ മാത്രമല്ല കേട്ടോ, അവൻ്റെ, അവളുടെ, അവരുടെ, ഞങ്ങളുടെ, അതുമൊക്കെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നും ഈ വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസസ് ഉണ്ടാക്കുന്നതെന്നും നമുക്കിന്ന് നോക്കാം. ഞാൻ എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഐ എന്നാണല്ലോ പറയുന്നത്. നമുക്ക് ആദ്യം ഐയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ നോക്കാം. ഇത് നോക്കൂ, ഞാൻ മിനിയെ വിളിച്ചു. അപ്പോൾ ഇവിടെ ഈ പ്രവൃത്തി ചെയ്തത് ഞാനാണല്ലേ. അപ്പം ഞാനാണ് ഈ ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ്, അതായത് മലയാളത്തിൽ നമ്മൾ കർത്താവ് എന്ന് പറയും. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഞാൻ മിനിയെ വിളിച്ചു, ഐ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ കോൾഡ് എന്ന് പറയണം അല്ലേ, ഇ ചേർക്കണം. ഞാൻ ആരെ വിളിച്ചത്? മിനിയെ. ഐ കോൾഡ് മിനി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ സബ്ജക്റ്റാണ്. ഞാൻ ആരെയെ വിളിച്ചത്? മിനിയെ. മിനിയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, അത് ഓർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഐ ആണ്, ഐ കോൾഡ് മിനി. ഇനി മിനി എന്നെ വിളിച്ചു, അതെങ്ങനെയാണ് നമ്മൾ പറയുക? ഇവിടെ മിനി വെച്ച് തന്നെ തുടങ്ങും. മിനി കോൾഡ് വിളിച്ചു എന്നാണല്ലോ. മിനി കോൾഡ് ആരെ? എന്നെ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മീ എന്നാണ്. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായോ? ഇവിടെ മിനിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, വിളിച്ചത് എന്നെ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഞാൻ, ഇവിടുത്തെ ഈ എന്നെയാണ് ഒബ്ജക്റ്റായിട്ട് വരുന്നത്. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മിനി കോൾഡ് മീ എന്നാണ്. ഇനി അടുത്തത് നോക്കൂ, എനിക്ക് വേണം. ഇപ്പോൾ എനിക്ക് പോകണം എന്നാണ് ഞാൻ പറയുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ എനിക്ക് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഐ എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അവിടെ എനിക്ക് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഐ അല്ലേ. അപ്പോൾ എനിക്ക് ഇപ്പോൾ പോകണം എന്നാണ് പറഞ്ഞതെന്നിരിക്കട്ടെ. ഞാൻ എഴുതിയത് വേണം എന്നാണ്, പോകണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറയുക ഐ വോണ്ട് ടു ഗോ എന്നാണ് പറയുക അല്ലേ. ഐ വോണ്ട് ടു ഗോ. ഇവിടെ എനിക്ക്, ഇതാണ് സബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ ഐ എന്ന് പറഞ്ഞു. പക്ഷെ അടുത്തത് നോക്കിയേ, ഇവിടെയും നമ്മൾ മലയാളത്തിൽ എനിക്ക് എന്നാണ് പറയുന്നത്. സെൻറ്റൻസ് മുഴുവൻ വായിക്കൂ. എനിക്ക് അത് തരൂ, അല്ലെങ്കിൽ അത് എനിക്ക് തരൂ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ എനിക്ക് പറയാമെന്നറിയാമോ? ഇവിടെ ഞാനിത് ഇംഗ്ലീഷിൽ എഴുതുന്നത് ഗിവ് ഇറ്റ് ടു മീ എന്നാണ്. ഗിവ് ഇറ്റ് ടു ഐ അല്ല, ഗിവ് ഇറ്റ് ടു മീ. കാരണം ഇവിടെ വാങ്ങുന്ന ആളാണ് ഞാൻ, അത് എനിക്ക് തരൂ. അപ്പോൾ ഗിവ് ഇറ്റ് ടു മീ. മലയാളത്തിൽ രണ്ടും നമ്മൾ എനിക്ക് എന്നാണ് പറയുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ? ഇവിടെ എനിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് വേണം, അപ്പോൾ ഐ വോണ്ട് ടു ഗോ എന്ന് പറഞ്ഞു. ഐ സബ്ജക്റ്റാണ്. ഇവിടെ എനിക്കത് തരൂ, ഞാനത് റിസീവ് ചെയ്യുന്ന, വാങ്ങുന്ന ആളാണ്. അപ്പോൾ ഗിവ് ഇറ്റ് ടു മീ. വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി അത് എൻ്റെ കാർ ആണ്. എൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ദാറ്റ് ഇസ്, അത് ആണല്ലോ, അത്. ദാറ്റ് ഇസ് മൈ കാർ. കണ്ടോ, എൻ്റെ കാറാണ് നമ്മളിവിടെ മൈ കാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഇസ് മൈ കാർ. ആ പൊസഷൻ കാണിക്കാൻ, അത് എൻ്റെ ആണ്, എൻ്റെ ഉടമസ്ഥത കാണിക്കാൻ ഞാനിവിടെ പറയുന്ന വാക്കാണ് മൈ കാർ. പക്ഷെ അടുത്തൊന്ന് നോക്കൂ, ആ കാർ എൻ്റേതാണ്. ആ കാർ എൻ്റേതാണ്. ശ്രദ്ധിച്ചോ, ആ കാർ എൻ്റെ കാറാണെന്ന് പറയുന്നില്ല, എൻ്റേത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇംഗ്ലീഷിൽ? ദാറ്റ് കാർ, ആ കാർ എന്നാണല്ലോ. അപ്പോൾ ദാറ്റ് കാർ ഇസ്, ആണ് എന്നുള്ളതിനാണ് കേട്ടോ ഈസ് പറയുന്നത്. ദാറ്റ് കാർ ഒന്നല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇസ്. ദാറ്റ് കാർ ഇസ് മൈൻ. എൻ്റേത് എന്ന് പറയാൻ മൈൻ എന്ന് പറഞ്ഞാൽ മതി. അവിടെ വീണ്ടും മൈ കാർ എന്ന് നമ്മൾ പറയുന്നില്ല, ദാറ്റ് കാർ ഇസ് മൈൻ. കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ ദാറ്റ് കാർ എന്ന്. അപ്പോൾ വീണ്ടും ദാറ്റ് കാർ ഇസ് മൈ കാർ എന്ന് പറയാതിരിക്കാനാണ് ദാറ്റ് കാർ ഇസ് മൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും കാർ എന്ന് പറയില്ല കേട്ടോ. ഇനി അടുത്തൊന്ന് നോക്കൂ, ഞാൻ തന്നെയാണ് അവളെ വിളിച്ചത്. അവിടെ ഒരു കാര്യം നമ്മളവിടെ എംഫസൈസ് ചെയ്ത് പറയാണ്, ഞാൻ തന്നെയാണ്, അവിടെ ഊന്നി പറയാണ്. അതെങ്ങനെയാണ് നമ്മൾ പറയാമെന്നറിയാമോ? ഐ വെച്ച് തുടങ്ങണം. ഞാൻ തന്നെയാണെന്ന് പറയാൻ ഐ മൈ സെൽഫ് എന്ന് പറയും. ഐ മൈ സെൽഫ് അവളെ വിളിച്ചത്, കോൾഡ് ഹെർ. ഐ മൈ സെൽഫ് കോൾഡ് ഹെർ നമ്മൾ പറയില്ലേ, അത് ഞാൻ തന്നെയാണ് ചെയ്തത്, ഐ മൈ സെൽഫ്. വേറൊരു രീതിയിലും നമ്മൾ ഈ മൈ സെൽഫ് പറയും കേട്ടോ. എന്നെ തന്നെ എന്ന് പറയാനും നമ്മൾ മൈ സെൽഫ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പഴിച്ചു എന്ന് പറയാൻ ഐ ബ്ലെയിംഡ് മൈ സെൽഫ് എന്ന് പറയാം. അപ്പോൾ ഈ മൈ സെൽഫ് എന്ന് വെച്ചാൽ ഞാൻ തന്നെയെന്നും എന്നെ തന്നെയെന്നും അർത്ഥം വരും. അത് ആ സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഐ, മീ, മൈ, മൈൻ, മൈ സെൽഫ് ഇതെല്ലാം കണ്ടില്ലേ? ഇതേപോലെ യുവുമായി റിലേറ്റഡ് ആയ വാക്കുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നോക്കൂ, ഈ ഐയുടെ വാക്കുകളാണ് നിങ്ങളിവിടെ ഈ കാണുന്നത്. ഇനി ഇത്, നീ എന്നെ വിളിച്ചു, എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? യു കോൾഡ് മീ.
അപ്പോൾ നീ എന്നുള്ളതിനാണ് നമ്മൾ യു എന്ന് പറയുന്നത് കേട്ടോ. യു കോൾഡ് മീ. മുൻപ് നമ്മൾ എന്നെ എന്നുള്ളതിന് മീ എന്ന് കണ്ടല്ലോ. ഇനി ഞാൻ നിന്നെ വിളിച്ചു. അപ്പോൾ ഇവിടെ നീക്ക് നമ്മൾ യു പറഞ്ഞു. നിന്നെ ആണെങ്കിൽ എന്ത് പറയും? ഞാൻ നിന്നെ വിളിച്ചു. ഐ കോൾഡ് യു എന്ന് തന്നെയാണ് അവിടെ വരുന്നത്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. മുൻപ് എന്നെ എന്നുള്ളതിന് നമ്മൾ മീ എന്ന് പറഞ്ഞു. പക്ഷേ നിന്നെ എന്നുള്ളതിനും നീ എന്നുള്ളതിനും രണ്ടും യു ആണ് വരുന്നത്. ഇനി മൈ എന്ന് പറഞ്ഞില്ലേ എൻ്റെ, അതേപോലെ നിൻ്റെ എന്നതിന് യോ എന്ന് പറയും. YOUR, യോർ. നിൻ്റേത് എന്ന് പറയാൻ എന്താ പറയുക? മുൻപ് നമ്മൾ മൈൻ എന്ന് കണ്ടില്ലേ, എൻ്റേത്. അതേപോലെ ഇവിടെ യോസ് എന്നാണ് പറയുന്നത്. യോസ്. അപ്പോൾ നിൻ്റെ ബാഗ് യോ ബാഗ്, ഈ ബാഗ് നിൻ്റേതാണ്. ദിസ് ബാഗ് ഈസ് യോസ്. മനസ്സിലായോ? ഇനി മൈസെൽഫ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നിന്നെ തന്നെ അല്ലെങ്കിൽ നീ തന്നെ, ഈ രണ്ടർത്ഥത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് യോർ സെൽഫ് എന്നാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഈ പറയുന്നത് ഒരാളെക്കുറിച്ചാണെങ്കിൽ യോർ സെൽഫ് എന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ പേരെക്കുറിച്ചാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുക യോർ സെൽഫ്സ് എന്നായിരിക്കും. ഈ എഫ് മാറ്റി VES ഇടണം. എപ്പോൾ നമ്മൾ കുറേ പേരോട് ആണ് സംസാരിക്കുന്നതെങ്കിൽ യോർ സെൽഫ്സ് എന്ന് പറയും. ഒരാൾ യോർ സെൽഫ്. ഇനി ഇതേപോലെ ഹി, ഷീ, ഇറ്റ് എല്ലാം ഉപയോഗിച്ച് നമുക്ക് പറയാം. ഇതാ നോക്കൂ, അവൻ എന്നതിന് ഹി, അവനെ എന്ന് പറയാൻ മീ പോലെ നമ്മളിവിടെ പറയുക ഹിം എന്നാണ്, അവനെ. ഇനി അവൻ്റെ എന്ന് പറയാനോ ഹിസ് എന്ന് പറയും. ഹിസ് ഷർട്ട്, അവൻ്റെ ഷർട്ട്. ഈ ഷർട്ട് അവൻ്റേതാണ് എന്ന് പറയണമെങ്കിലും ഹിസ് തന്നെയാണ് പറയുക. ദിസ് ഷർട്ട് ഇസ് ഹിസ്. അവിടെ ഹിസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അപ്പോസ്ട്രോഫീസ് ഒന്നുമില്ല, അവൻ്റേത് ഹിസ് തന്നെ. ഇനി മൈസെൽഫ് പോലെ നമുക്ക് ഹിംസെൽഫ് എന്നും പറയാം. ആ സെൽഫ് എന്നത് കൂട്ടിയാൽ മതി, ഹിംസെൽഫ്. അതേപോലെ ഷീ, അവളെ എന്നതിന് ഹർ എന്ന് പറയും. ഞാൻ അവളെ വിളിച്ചു, ഐ കോൾഡ് ഹർ. ഇനി അവളുടെ എന്താ പറയുക? അവിടെയും ഹർ എന്നാണ് പറയുക. ഇത് അവളുടെ ബാഗാണ്, ദിസ് ഇസ് ഹർ ബാഗ്. ഇനി അവളുടേത് എന്ന് പറയണമെങ്കിൽ വ്യത്യാസമുണ്ട്. അവിടെ നമ്മൾ ഹേഴ്സ് എന്ന് പറയും. ഇവിടെ അവൻ്റെയും അവൻ്റേതും ഹിസ് തന്നെയല്ലേ, പക്ഷേ ഇവിടെ അവളുടെ ഹർ, അവളുടേത് ഹേഴ്സ്. ഇനി ഹിംസെൽഫ് പോലെ നമ്മൾ അവിടെ ഹേർ സെൽഫ് എന്ന് പറയും. അവളെ തന്നെ, അവൾ തന്നെ എന്നൊക്കെ പറയാൻ ഹേർ സെൽഫ്. ഇനി ഇതുപോലെ തന്നെയാണ് ഇറ്റ്, അത് ഇറ്റ്. അതിനെ എന്ന് പറയാനും ഇറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ എന്ന് പറയണമെങ്കിലോ അവിടെ നമ്മൾ ഇറ്റ്സ് എന്ന് എഴുതും. പക്ഷെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ എഴുതില്ല. ഇത് ഇറ്റ് ഇസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ഇതല്ല ഉപയോഗിക്കുന്നത്, അപ്പോസ്ട്രോഫി ഇല്ലാതെ ITS എന്നാണ് എഴുതേണ്ടത്, അതിൻ്റെ എന്നർത്ഥത്തിൽ. ഇനി അതിൻ്റേത് എന്ന് പറയണമെങ്കിലും ഇതുപോലെ തന്നെ എഴുതുക, ഇറ്റ്സ് പോലെ തന്നെ. അതിൻ്റെ, ഇറ്റ്സ്, അതിൻ്റേതും ഇത് തന്നെ. ഇനി അത് തന്നെ അല്ലെങ്കിൽ അതിനെ തന്നെ എന്ന് പറയാൻ ഇറ്റ് സെൽഫ് എന്ന് പറയണം. ആ സെൽഫ് കൂട്ടിയാണ് ഇവിടെ എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ ഐ, യു, ഹി, ഷീ, ഇറ്റ് ഒക്കെ കണ്ടു. ഇതേപോലെ പ്ലൂറൽ വരുന്ന വി, ദേ ഒക്കെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ വി എന്ന് വെച്ചാൽ ഞങ്ങൾ, ഞങ്ങളെ എന്ന് പറയാൻ അസ് എന്ന് പറയും. ഞങ്ങൾ വി ആണ്. അവർ ഞങ്ങളെ വിളിച്ചു, ദേ കോൾഡ് അസ്. അപ്പോൾ ഞങ്ങളെ അസ് ആണ്. ഇനി ഞങ്ങളുടെ എന്താ പറയുക? അവർ, OUR. അപ്പോൾ അവർ, അത് നമ്മൾ സാധാരണ പറയുമ്പോൾ ആർന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇനി ഞങ്ങളുടേത്, ഈ കാർ ഞങ്ങളുടേതാണ്, ദിസ് കാർ ഇസ് ours. അപ്പോൾ OURS കൂടെ ചേർക്കണം, ദിസ് കാർ ഇസ് ours. ഇനി മൈസെൽഫ് പോലെ അവർ സെൽഫ്സ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരിക്കലും അവർ സെൽഫ് എന്ന് പറയില്ല. അവർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ, ഞങ്ങളുടെ എന്ന ആ പ്ലൂറൽ ഫോം ആണല്ലോ. അതുകൊണ്ട് തന്നെ അവർ സെൽഫ്സ് ആണ് എപ്പോഴും വരുന്നത്. ഇനി ദേ ആണെങ്കിലോ അവരെ എന്ന് പറയാൻ ദെം എന്ന് പറയണം. അവർ ദേ ആണ്, അവരെ ദെം. ഞങ്ങൾ അവരെ ക്ഷണിച്ചു, വി ഇൻവൈറ്റഡ് ദെം. അപ്പോൾ അവരുടെ എങ്ങനെ പറയും? ദെയർ, THEIR, ദെയർ. അവരുടേത് ദെയേഴ്സ്. ആ എസ് കൂടെ ചേർക്കണം. കണ്ടോ, ഇവിടെ നമ്മൾ അവേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ദെയേഴ്സ്. ഇനി അവർ സെൽഫ്സ്, മൈ സെൽഫ് ഒക്കെ പോലെ ദെംസെൽവ്സ്, അവരെ തന്നെ അല്ലെങ്കിൽ അവർ തന്നെ എന്ന് പറയാൻ ദെംസെൽവ്സ്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കണം കേട്ടോ, ദെംസെൽഫ് എന്ന് പറയില്ല. ഇതെപ്പോഴും പ്ലൂറൽ ആണല്ലോ ദേ എന്ന് പറയുമ്പോൾ. അപ്പോൾ സെൽഫ്സ് എന്ന് വേണം പറയാൻ.
എങ്ങനെയാണ് ഈ വാക്കുകളൊക്കെ, ഈ പ്രൊനൗണിൻ്റെ പല ഫോംസാണ് നമ്മൾ കണ്ടത്. ഗ്രാമറിൻ്റെ പേരുകളിലേക്കൊന്നും ഞാൻ മനഃപൂർവ്വം പോകാഞ്ഞിട്ടാണ്. പക്ഷേ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ അറിയിക്കൂ കമൻസിലൂടെ. ഇതേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് വൈകാതെ കാണാം. അതുവരെ ബൈ.